സ്മൃതിജി മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ പല ചർച്ചകളിലായി രാഹുൽ അല്ല, ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. ബാക്കി പറഞ്ഞോളൂ. അല്ല, അതിന് മുമ്പ് ചർച്ചകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ രാഹുൽ ചെയ്ത പരിപാടി ഞാൻ ചെയ്യില്ലല്ലോ. ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ രാഹുൽ. ഏതായാലും ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എഴുതി തന്നോ? അയ്യോ, ഇല്ലല്ലോ. എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ 8 കാണാം. അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലേ? എന്തിന്റെ ബലത്തിലുള്ള ആത്മവിശ്വാസമാണ്? കേസ് പഠിച്ചതിന്റെ ആത്മവിശ്വാസമാണ്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് വരൂ. തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. എന്ത് പറയാം എന്ത് പറയേണ്ടെന്ന് ബാക്കി ആരെ കാട്ടി ഞാൻ പറയും. അതായത് നമ്മുടെ വേദിയിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണമെന്ന് എനിക്ക് പറയാമല്ലോ രാഹുൽ.